ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം അധ്യായം 17. പരീക്ഷിത്ത് ആ ശൂദ്രവേഷത്തിൽ നിൽക്കുന്നതായിട്ടുള്ള കലിയെ ശാസിക്കുകയാണ്. ഈ അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ മറഞ്ഞതിൻ്റെ കാരണം ഇനി കലിക്ക് സ്വാതന്ത്ര്യം കിട്ടി, കലിയുഗം തുടങ്ങി. അപ്പോൾ ശ്രീകൃഷ്ണാൽ രക്ഷിതനായിട്ടുള്ള പരീക്ഷിത്ത് രാജാവ് രാജ്യം ഭരിക്കുന്ന സമയത്ത് ഈ യാഗാദികൾ ചെയ്യുമ്പോൾ നാട്ടിൽ എല്ലാദിക്കും നടക്കും. അശ്വത്തെ കൊണ്ടിട്ട് അങ്ങനെ നടക്കും. അതല്ലാതെ കണ്ടും ചില ഈ അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കലി ശൂദ്രവേഷത്തിൽ ധർമ്മവും നശിപ്പിക്കുന്നു, ഭൂമിയെയും നശിപ്പിക്കുന്നു. ധർമ്മം കാളയുടെ രൂപത്തിൽ, ഭൂമി പശുവിൻ്റെ രൂപത്തിൽ. രണ്ടുപേർക്കും ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാളയുടെ 3 കാലുകളും പോയിരിക്കുന്നു. അങ്ങനെ വളരെ ദുഃഖിച്ചാണ് രണ്ടുപേരും തമ്മിലുള്ള സംവാദം. സാധാരണക്കാർക്ക്, സജ്ജനങ്ങൾക്ക്, ഭക്തന്മാർക്ക്, ബ്രാഹ്മണർക്ക്, സാത്വികതയ്ക്ക് ഒക്കെ ക്ഷീണമാണ് എന്ന് അവർ തമ്മിലുള്ള സംവാദം അത് കേട്ടു. അപ്പോൾ കാരണം കലിയാണ് എന്ന് മനസ്സിലായി. ആ കലിയോട് ഞാനിവിടെ ഭരിക്കുമ്പോൾ നിന്നെ ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ യുഗമാണ്, എനിക്കിവിടെ വസിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു. വേറെ എവിടെയും പോകാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് സൂത്രവഴിക്കാണ്. ഭൂമി മുഴുവൻ അങ്ങയുടേതാണ്, അപ്പോൾ പിന്നെ ഞാൻ എവിടേക്കാണ് പോവുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ പരീക്ഷിത്ത് രാജാവ് കണക്കാക്കി കലിക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. നാമജപം കൊണ്ട് മാത്രം എളുപ്പം മുക്തി കിട്ടും. അപ്പോൾ ദോഷങ്ങളുണ്ട് വെച്ചാലും ഗുണമുണ്ടല്ലോ എന്ന് കണക്കാക്കി കലിയെ വധിച്ചില്ല. എന്നാൽ പക്ഷേ കലിനിഗ്രഹം എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇരിക്കാനുള്ള സ്ഥാനമായിട്ട് കൊടുത്തത് ചൂതുകളി തൊട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ മദ്യസേവ, പിന്നെ ചീത്ത സ്ത്രീകളുമായിട്ട്, പരപുരുഷ ബന്ധാദി കാര്യങ്ങളുള്ള സ്ത്രീകളുമായിട്ട്, അതേപോലെ വധിക്കുക തുടങ്ങിയ ഹിംസ ഉള്ള സ്ഥലത്ത്, ഇങ്ങനെ ദ്യൂതം, പാനം, സ്ത്രീയ, സൂന 4 സ്ഥാനം കൊടുത്തപ്പോൾ അത് പോരാ പറഞ്ഞു. അപ്പോൾ ജാതരൂപം അത് സ്വർണ്ണമാണ്, അല്ലെങ്കിൽ ധനമാണ്, കള്ളപ്പണം. അതിലും കൂടി സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പണം കൊണ്ട് മറ്റ് 4 തൻ്റെ വരുതിക്ക് വരുത്താൻ സാധിക്കും എന്നുള്ളത് കലി ഉറപ്പിച്ചു. അങ്ങനെ തൃപ്തനായിട്ട് പോവുകയാണ്. ആ രംഗത്തെ നമുക്കൊന്നിവിടെ കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 17-ാം അധ്യായം. ഓം വെള്ളവർണ്ണത്തിൽ 3 കാലില്ലാതെ ഒറ്റക്കാലിൽ നിൽക്കും കാളയെ തല്ലുന്ന ശൂദ്രൻ്റെ ചെയ്തി സഹിയാതെ പാണ്ഡവൻ കണ്ടു പശുവെ ചവിട്ടുന്ന ദുഷ്ടനെ. വില്ലിൽ ശരമേറ്റി രാജാ പരീക്ഷിത്ത് ശിക്ഷാർഹൻ തന്നെയെന്നാക്രോശിച്ചു തഥാ. ആരാണു നീ നീചവൃത്തി എന്നിങ്ങനെ ചെയ്യുന്നു പേടിയില്ലാതെ നീ മൂഢനായി. ധർമ്മത്തിൻ്റെ നിറം ശുഭ്രവർണ്ണമാണ്. അപ്പോൾ ആ കാളയുടെ നിറം ശുഭ്രവർണ്ണമായിട്ടാണ് കണക്കാക്കിയത്. ശൂദ്രൻ ഇരുമ്പ് വടി കൊണ്ട് ഈ കാളയുടെ കാല് തല്ലി ഒടിക്കുകയാണ്. കാലുമ്പിൽ ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാള വല്ലാതെ കണ്ട് വ്യസനിച്ച് നിൽക്കണു. അതേ സമയത്ത് തന്നെ ഈ ശൂദ്രൻ പശുവിനെ ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടണമുണ്ട്. ആ സമയത്താണ് പരീക്ഷിത്ത് അവിടെ വന്ന് ഈ അമ്പും വില്ലും ആയിട്ട് ഇപ്പം കൊല്ലും എന്ന നിലയ്ക്ക്. കാരണം എൻ്റെ ഈ രാജ്യത്ത്
പശുവിനെയോ കാളയെയോ ഒരു കാരണവശാലും ഒരാൾ ദ്രോഹിക്കാൻ പാടില്ല. ഇത് നിയമമാണ്. ഇതറിയാനിട്ടാണോ നീ ഇപ്രകാരത്തിൽ ചെയ്യണത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആയുധം പ്രയോഗിക്കാൻ വേണ്ടി നിൽക്കുന്നത്. കൃഷ്ണൻ മറഞ്ഞെന്നു ചിന്തിച്ച അധർമ്മങ്ങൾ ചെയ്യേണ്ട ഞാനുണ്ട് ശിക്ഷകനായിഹ. ധിക്കാരിക്കേകും വധശിക്ഷ തന്നെ ഞാൻ രാജവേഷം കെട്ടി വന്ന നിന്നെ ദൃഢം. ശ്രീകൃഷ്ണൻ പറഞ്ഞു വിചാരിച്ചിട്ട് അധർമ്മം ചെയ്യാൻ നിൽക്കണ്ട. ജാതക കഥനം നടന്ന സമയത്ത് ശ്രീകൃഷ്ണന് തുല്യനാണ് പരീക്ഷിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തുല്യത ആ സമയത്ത് ഈ പരീക്ഷത്തിനുണ്ട്. അതുകൊണ്ട് നീ ധിക്കരിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനെ ധിക്കരിക്കുന്ന കൂട്ടത്തിലാണ് ഉണ്ടാവുക. വധശിക്ഷ തന്നെ ഞാൻ നടപ്പാക്കും എന്ന് പറഞ്ഞു. കള്ളവേഷമാണ് ഈ രാജവേഷം. അത് നിൻ്റെ അന്ത്യം കുറിക്കാനുള്ള ഒരു കാരണമായി തീരും എന്നും പറഞ്ഞു. പിന്നെ പയ്യനോടും എന്ന് വെച്ചാൽ പശുവിനോടും ഭൂമിയോടും അതേപോലെ ധർമ്മമായിട്ടുള്ള കാളയോടും പറയുകയാണ്. പയ്യനോടോതി പരീക്ഷിത്ത് സാന്ത്വനം ഞാനിരിക്കുമ്പോൾ കരയേണ്ട സാത്വികേ. ഗോമാതൃദേവിയെ രക്ഷിക്കും നിശ്ചയം ദുഷ്ടരെ ശിക്ഷിക്കും അർജുന പൗത്രൻ ഞാൻ. കാളയോടോതി ഭവാനാര് ചൊല്ലണേ പീഡകളെങ്ങനെ പറ്റിയതും പ്രഭോ. കണ്ണീരു വേണ്ട സുരഭീസുത സുരാ അങ്ങ് ദുഃഖിക്കുകിൽ ഭാഗ്യനഷ്ടം വരും. ആയുസ്സും കീർത്തിയും ശ്രീയും നശിച്ചിടും രക്ഷിക്കാം ഞാനിനി ഇപ്പോൾ ക്ഷമിക്കണേ. ഒരു പ്രത്യേകമായിട്ട് പറയാം, പശു ഒരു കാരണവശാലും ദുഃഖിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഗോമാതാവ് അതേപോലെ തന്നെ ഭൂമിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ദുഃഖിക്കരുത്. അർജുനൻ്റെ പൗത്രനാണ് ഞാൻ. അർജുനൻ്റെ മകൻ അഭിമന്യു, അഭിമന്യുവിൻ്റെ പുത്രനാണ് ഞാൻ. കാളയോട് പറഞ്ഞു, ഏതായാലും ഇനി കരയണ്ട കേട്ടോ. സുരഭിയുടെ മകനാണ് ഈ കാളയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇനി കരയാൻ പാടില്ല. നീ കരഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ധർമ്മം നശിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം നഷ്ടാവും, ആയുസ്സുണ്ടാവില്ല, കീർത്തി ഉണ്ടാവില്ല, ശ്രീ ഉണ്ടാവില്ല, സമ്പത്തിനെ അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് രക്ഷിക്കുക തന്നെ ചെയ്യും. പിന്നെ പറയാണ്, ദുഃഖങ്ങൾ തീർത്ത് സുഖത്തെ ഒടുക്കയും കപ്പം പിരിച്ചത് വീതിച്ചു നൽകയും വിപ്രർ പറഞ്ഞത് ചെയ്തിടാം ഞങ്ങളും കൃഷ്ണാജ്ഞാപാലകർ തത്പ്രീതി ലക്ഷ്യവും. അങ്ങൊന്നിൻ കാലു മുറിച്ചവർക്കേകിടാം ശിക്ഷ ഞാൻ ശാശ്വതം സത്ഫലം നേടുവാൻ. വർണ്ണാശ്രമധർമ്മം ചെയ്യിച്ചിടാം സ്ഥിരം എല്ലാ ജനങ്ങളെ കൊണ്ടും യഥാവിധി. ദുഷ്ടരെ ശിക്ഷിച്ച് നേർവഴി കാട്ടിടാം വേദവിധി നടപ്പാക്കാൻ ശ്രമിച്ചിടാം. രാജാവിൻ്റേതായിട്ടുള്ള ചില ധർമ്മങ്ങൾ അത് പറയുകയാണ്. സൂര്യൻ എപ്രകാരത്തിലാണോ ജലത്തെ ആഗിരണം ചെയ്ത് എല്ലാ ദിക്കിലും മഴയായിട്ട് കൊടുക്കുന്നത്, അതേപോലെ തുല്യമായിട്ട് കൊടുക്കുന്നത്, അതേപോലെ രാജാവിൻ്റെ ഒരു വിധിയാണ് കരം പിരിച്ച് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് എന്താണോ സഹായമായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്യണം. അതിപ്പോൾ മറ്റേ ഈ വീഥികൾ വെട്ടുകയാണെങ്കിലും ജലാശയങ്ങൾ നിർമ്മിക്കുകയാണെങ്കിലും സത്രങ്ങളായാലും മരങ്ങളായാലും തണൽ വൃക്ഷങ്ങൾ അതുപോലെ ക്ഷേത്രങ്ങൾ അങ്ങനെ പലതും അതൊക്കെ രാജാവിൻ്റെ കടമയാണ്. ശ്രീകൃഷ്ണൻ എന്താണോ ഈ രാജ്യത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് നിയമമായിട്ട് പറഞ്ഞിട്ടുള്ളത് വേദത്തിൽ, അത് മുഴുവൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യും. അതേപോലെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കും. ഭഗവാന്റെ അനുഗ്രഹമാകുന്ന വരം അത് ശാശ്വതമായിട്ട് സത്ഫലമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വർണ്ണാശ്രമ ധർമ്മങ്ങളെയൊക്കെ ചെയ്യിക്കും ചെയ്യും. ദുഷ്ടരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ വധിക്കുകയല്ല, അവരെ നേരെയാക്കുക, നേർവഴി കാണിച്ചു കൊടുക്കുക. ക്ഷാത്രധർമ്മം ഞാൻ ഈശ്വര പ്രീതിക്ക് വേണ്ടി ചെയ്തോളാം എന്ന് ധർമ്മനോട് പറയുകയാണ്. ഇങ്ങനെ കേട്ടപ്പോൾ ധർമ്മനോദിയുടൻ ശ്രീ പരീക്ഷിത്തെ തവ വാണി സുന്ദരം പാണ്ഡുകുലജന്മം തന്നെ
പാണ്ഡുകുലജന്മം ധന്യം തന്നെ തവ ഭക്തിയും കൃഷ്ണപ്രിയത്വവും ഭാഗ്യമായി. ദുഃഖത്തിൻ കാരണക്കാരെ അറിയില്ല, കർമ്മഫലമോ സ്വയം കൃതാനർത്ഥമോ, ദൈവവും കാലവും ബുദ്ധിയില്ലായ്മയും ശക്തിക്ഷയവും പരദ്രോഹ പാപവും. ജ്ഞാനിയാമങ്ങിത് ഊഹിച്ചറിയണം, വിഷ്ണുരാധൻ ധർമ്മപുത്രൻ്റെ പൗത്രനായി എന്നു കേട്ടപ്പോൾ പരീക്ഷിത്തുറപ്പിച്ചു, ധർമ്മദേവൻ തന്നെ കാളയായി വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങയ്ക്ക് ദുഃഖം വരാനുള്ള കാരണം എന്താ, അങ്ങ് ആരാ എന്ന് പരീക്ഷിത്ത് ചോദിച്ചപ്പോഴാണ് ഈ ധർമ്മദേവൻ്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ എനിക്ക് ദുഃഖം വരാനുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് കർമ്മഫലമാണോ സ്വയംകൃത അനർത്ഥമാണോ, ഈശ്വരനായാലും കാലമായാലും അത് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കായികയായാലും ഈ ഭഗവാനാൽ തരപ്പെട്ടതായിട്ടുള്ള എല്ലാം ക്ഷയിച്ച് സാത്വികത ഇല്ലാണ്ടായി രജസ്തമസ് കൂടി അന്യരെ ദ്രോഹിക്കൽ കൂടി ഇതിങ്ങനെ വരാനുള്ള കാരണം എന്താ എനിക്കറിയില്ല. അങ്ങ് ജ്ഞാനിയാണ്, അതുകൊണ്ട് ഊഹിച്ചറിയണം. രാജാവല്ലേ, മാത്രമല്ല വിഷ്ണുരാധനാണ്. ഈ ധർമ്മപുത്രർ, അത് കാളയുടെ അംശമാണ്. എന്ന് വെച്ചാൽ ധർമ്മപുത്രർ ധർമ്മദേവൻ്റെ മകനാണല്ലോ, അംശമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൗത്രനായിട്ടുള്ള അങ്ങ് ഇത് അറിയുക തന്നെ വേണം. ധർമ്മപുത്രനായാലും യമനായാലും ഈ വിതുരനായാലും ഇപ്പോൾ ഈ കാളയായാലും ഒക്കെ ധർമ്മദേവൻ തന്നെയാണ്. അത് ഊഹിച്ചപ്പോൾ വേഗം മനസ്സിലായി. പറയാണ്, പാപിയെ കാട്ടിയാൽ പാപമേറ്റെങ്കിലോ എന്നുള്ളത് ധർമ്മദേവനെ തോന്നിടൂ. പരീക്ഷത്തിന് സംശയം ഉണ്ടായില്ല, ജ്ഞാനിയാണെന്ന് പറഞ്ഞപ്പോഴേ. പാപം ചെയ്താൽ പാപമാണ്, ശിക്ഷയുണ്ട്. പാപിയെ കാട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പാപം ചെയ്തതിന് മറ്റേ ഒരു കൂട്ടു നിൽക്കണ പോലെയാവും അത്രേ. അപ്പോൾ വേണ്ടാച്ചു. ധർമ്മപാദം തപസ് ശുദ്ധി ദയാസത്യം നഷ്ടമായി ഗർവാൽ ചതി വിഷയേച്ഛയാൽ. ധർമ്മത്തിൻ്റെ 4 പാദങ്ങളാണ് തപസ്, ശുദ്ധി, ദയ, സത്യം. അപ്പോൾ അത് ഈ ജ്ഞാനം വേണ്ട രീതിയിൽ ഇല്ലാത്തതുകൊണ്ട്, രജസ്സും തമസ്സും കൂടെ വന്നുകൊണ്ട് അഹങ്കാരം വന്നു, ഗർവ്, മതം വന്നു. തമോ ഗുണം കാരണം കൊണ്ട് ചതി, വഞ്ചന തുടങ്ങിയിട്ടുള്ള ധാർഷ്ട്യങ്ങൾ ധാരാളം, 36 ചീത്ത, അത് മുഴുവൻ സ്വഭാവത്തിൽ വരിക. അപ്പോൾ ച്യുതി സംഭവിക്കും. പക്ഷേ സത്യം മാത്രം കുറച്ച് നിൽക്കേണ്ട. കലിയുഗത്തിൻ്റെ ഏറ്റവും അവസാനം അത് നശിക്കുള്ളൂ. സത്യം കുറച്ചുള്ളതിപ്പോൾ നശിച്ചിടും, ദുഷ്ടർ ഭരിക്കും, അധർമ്മം വളർന്നിടും. എന്നുള്ള ദുഃഖം ഞാൻ തീർത്തു തരും ശുഭേ, ഭൂമിയിൽ ധർമ്മം പുലർന്നിടും നിശ്ചയം. ബ്രാഹ്മണദ്വേഷികൾ നീചർ ഭരിക്കുന്ന ഘോര കലിയെ അടക്കി നിർത്തും ചിരം. എന്നു പറഞ്ഞുടൻ വാളൂരി കൊല്ലുവാൻ അപ്പോൾ കലി നൃപപാദം പിടിക്കവേ. ചിന്തിച്ചു രാജൻ കലിയുഗ നന്മയും തിന്മയും സ്വന്തം കഴിവും നിയമവും. അർജുന പൗത്രനാമെന്നെ നമിപ്പവൻ രക്ഷിതനാകുമെൻ കീഴിൽ സദാഭുവി. ഇങ്ങനെ ധർമ്മദേവനെ നല്ലോണം മനസ്സിലായി ഈ പരീക്ഷിത്ത് രാജാവ്. ഈ കലി ശൂദ്രവേഷം കെട്ടിയ ഈ രാജാവിനെ ഇപ്പോൾ വധിക്കുകയാണ് വേണ്ടതെന്ന് വിചാരിച്ച് ആ ദുഷ്ടത തീർക്കുവാൻ വേണ്ടിയിട്ട് വാളൂരി, ബ്രാഹ്മണദ്വേഷികളെ എൻ്റെ രാജ്യത്ത് ഭരിക്കേണ്ട, എൻ്റെ രാജ്യത്ത് ഇനി കാണുകയേ പാടില്ല, എല്ലാവരുടെയും ദുഃഖം ഞാൻ തീർക്കുക തന്നെ ചെയ്യും. ദുഷ്ടന്മാർ വരുമ്പോഴാണ് അധർമ്മം ഉണ്ടാവുക, ആ അധർമ്മത്തെ ഞാൻ നശിപ്പിക്കും. കലിയുഗത്തിൽ ഈ സത്യം മാത്രമേ ലേശം ഉണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാനുള്ളപ്പോൾ അത് പറ്റില്ല. ഞാനുള്ളപ്പോൾ ശ്രീകൃഷ്ണ തുല്യത കാരണം കൊണ്ട് എനിക്ക് എൻ്റെ രാജ്യത്ത് ധർമ്മത്തിൻ്റെ 4 പാദങ്ങളും വേണം നിർബന്ധിച്ചു വാളൂരി. അപ്പോൾ തന്നെ വധിക്കുന്നുള്ള ഉറപ്പായി കലി വേഗം പരീക്ഷിത രാജാവിൻ്റെ കാലുപിടിച്ചു. ചിന്തിച്ചു രാജൻ കലിയുഗ നന്മയും തിന്മയും സ്വന്തം കഴിവും നിയമവും. അർജുന പൗത്രനാം എന്നെ നമിപ്പവൻ രക്ഷിതനാകും എൻ കീഴിൽ സദാഭുവി. ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞു എന്നാ. അതായത് കലിയുഗത്തിൻ്റെ യുഗധർമ്മം കലിക്ക് അനുകൂലമായിട്ടാണ് വരിക. അതിലൊരു നന്മയുണ്ട്.
അത് നാമം ജപിച്ചു കഴിഞ്ഞാൽ മുക്തി കിട്ടുന്ന. പിന്നെ രാജാവിൻ്റെ കഴിവ്, കലിയുടെ കഴിവ്, ഇത് രണ്ടും അവിടെ ചിന്തിക്കപ്പെടണം. പിന്നെ നിയമം, കലിയുഗമാണ് അവിടെ വാഴേണ്ടതേ. അപ്പോൾ അർജുനൻ്റെ പൗത്രനായിട്ടുള്ള ഞാൻ, എന്നെ ഒരാൾ നമിച്ചു കഴിഞ്ഞാൽ ആ ആളെ രക്ഷിക്കുക എന്നൊരു നിയമമുണ്ട്. അത് പാലിച്ചില്ല വെച്ചാൽ അത് പാണ്ഡവർക്ക് തന്നെ ക്ഷീണമാണ്. അപ്പോൾ അതുകൊണ്ട് അതും 3 കാര്യങ്ങൾ, കലിയുഗത്തിൻ്റെ നന്മ, സ്വന്തം കഴിവ്, നിയമം, അർജുനൻ്റെ പാരമ്പര്യം, ഇതൊക്കെ കൂടി കണക്കാക്കിയിട്ട് രാജ്യം വിട്ടു പോകാൻ പറയാണ്ടായി. കാപട്യം, ഗർവ്, അധർമ്മം, കലഹാദി ചീത്തകളൊന്നും വരാതെ ഇരിക്കുവാൻ എൻ്റെ രാജ്യം വിട്ട് പോക നീ എന്നോതി ബ്രഹ്മാവർത്തം കലിമുക്തനാക്കാൻ നൃപൻ. അപ്പം ഇനിയിവിടെ ഈ 36 ദോഷങ്ങളും വരാൻ പാടില്ല. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകണം. ഇത് പറഞ്ഞോട് കൂടിയിട്ട് അത് പറ്റില്ല എന്നായി. കാല് പിടിച്ചൊക്കെ വേറെ, പക്ഷേ ആത്മസ്വരൂപൻ ഹരിയെ ഭജിക്കുന്ന ഞാനും പ്രജകളും സന്തുഷ്ടരാകണം. യജ്ഞൻ തരുന്നവ നന്നായി ഭുജിക്കണം, നിന്നുടെ സാന്നിധ്യം പാടില്ല ലേശവും. യുഗത്തിൻ്റെ ധർമ്മമുണ്ടല്ലോ, അപ്പോൾ അത് കണ്ട് യജ്ഞാദികൾ ചെയ്യുന്ന സമയത്ത് യജ്ഞഭഗവാന് സമർപ്പിക്കുന്നതായിട്ടുള്ള ഈ ഹവിസ്, പുരോടാശമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വിഹിതം യുഗപ്രഭാവൻ്റെ ആ ഈശ്വരന് കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് എവിടെ വെച്ചാൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം എന്നാണ് പറഞ്ഞതേ. രാജാജ്ഞ കേട്ടു ഭ്രമിച്ചു ചൊല്ലി കലി, ചക്രവർത്തി തന്നെ ഭൂമിക്കു മൊത്തമായി. ഉള്ളപ്പോൾ ഞാൻ എങ്ങു പോകും മഹാപ്രഭോ, എൻ്റെ യുഗമല്ലേ വാഴാനിടം തരൂ. അപ്പോൾ കലിയുഗത്തിന് ഇവിടെ വസിക്കാനുള്ള അധികാരമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ രാജാവ് പറഞ്ഞു, എന്നു കേട്ടപ്പോൾ പറഞ്ഞു പരീക്ഷിത്ത്, ചൂതു കളി സ്വർണം മദ്യം സ്ത്രീ ഹിംസയിൽ വാഴുക എന്നതു കേട്ടു തുഷ്ടൻ കലി, കാത്തിരുന്നു പാപി ചീത്ത ചെയ്യിക്കുവാൻ. അപ്പോൾ ചൂതുകളി കിട്ടി, സ്വർണം കിട്ടി, മദ്യം കിട്ടി, സ്ത്രീ കിട്ടി, ഹിംസ കിട്ടി, 5 സാധനം കിട്ടി. സ്വർണം കൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് ഉറപ്പിച്ചു. അതുകൊണ്ട് കാത്തിരുന്നു. ഈ കലി എല്ലാവരെയും ബാധിക്കേ, പരീക്ഷത്തിനെയും ബാധിക്കും. സമയം 30 കൊല്ലം കിട്ടിയുള്ളൂ ഭരിക്കാൻ, അപ്പോഴേക്കും കലി ബാധിച്ചു എന്നർത്ഥം. അതാണ് അതിനെ കാത്തിരുന്നു കലി. താൽക്കാലികമായിട്ട് പിരിഞ്ഞു പോയി, ഒളിച്ചിരുന്നു. സ്ഥാനം കൊടുത്തതിൽ പുറമേക്ക് വരാതെ കണ്ട് തന്നെ ഒളിച്ചിരുന്നു. പിന്നെ 30 കൊല്ലം സുഖമായിട്ട് ഭരിച്ചു. സൂതൻ പറയാണ് ശൗനകാദി മഹർഷിമാരോട്, സൂതൻ പറഞ്ഞു നരർ നമ്മളീ 5 തീർത്തും ത്യജിക്കണം മോക്ഷയിച്ഛിക്കുവോർ. ശ്രീ പരീക്ഷിത്ത് ഭരിച്ചതു കൊണ്ടാണ് സത്രം തുടങ്ങാൻ കഴിഞ്ഞതെന്നോർക്കണം. 30 കൊല്ലം ഭരിച്ചു പരീക്ഷിത്ത് ശുദ്ധനായി ശ്രീമദ് ഭാഗവതത്തിനാൽ. മുക്തി കിട്ടാൻ കേട്ടു നിത്യം മനനവും മാത്രം മതി എന്നു ചൊല്ലി ആ ശ്രീശുകൻ. സുതം പറയാണ്, നമ്മൾ മനുഷ്യന്മാർ കള്ളു കുടിക്കാൻ പാടില്ല, ചൂത് കളിക്കാൻ പാടില്ല, സ്ത്രീ വിഷയങ്ങളിൽ ചെന്ന് പെടാൻ പാടില്ല, വധാദി കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, കള്ളപ്പണം കൊണ്ടുള്ള ഏർപ്പാടുകളൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ മുക്തിക്ക് തടസ്സമാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം മനസ്സിരുത്തുക തന്നെ വേണം എന്ന് സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയാണ്. അത് നമ്മളോട് പറഞ്ഞതാ. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ വേണം ചെയ്യാനായിട്ട്. എന്താ പിന്നെ പരിഹാരം പറഞ്ഞത്? പരീക്ഷിത്ത് ഭാഗവതം കേട്ടിട്ടാണ് 7 ദിവസം കൊണ്ട് മുക്തനായത്. അതേപോലെ എല്ലാ ദിവസവും ഭാഗവതം കേൾക്കൂ, നിത്യം കേൾക്കുക, മനനം ചെയ്യുക, ഭഗവാൻകൽ ശ്രദ്ധ വയ്ക്കുക. ഇത് മതി എന്ന് ശ്രീശോഭരമഹർഷി പറഞ്ഞിട്ടുണ്ട്, സനകാദികൾ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്, നാരദൻ പറഞ്ഞിട്ടുണ്ട്, വ്യാസൻ പറഞ്ഞിട്ടുണ്ട്, സൂതൻ നമ്മളോടായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് വേണം? എല്ലാ ദിവസവും ഭാഗവതം വായിക്കണം. അത് മലയാളമാണ് വായിക്കേണ്ടത്. ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇംഗ്ലീഷിൻ്റെ പരിഭാഷയാണ് വായിക്കേണ്ടത്. സംസ്കൃതം അറിയാവുന്നവർ സംസ്കൃതം വായിക്കാം. അതേപോലെ പദ്യവും ഗദ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യാഖ്യാനമായിട്ട് ഗദ്യം മാത്രം മനസ്സിലാക്കുന്നവരാച്ചാൽ ഗദ്യം വായിക്കുക. പദ്യം കാണാപ്പാഠം പഠിച്ച് അതിന് കുറച്ച് എളുപ്പമുണ്ട്, അങ്ങനെ വായിക്കുക വെച്ചാൽ അങ്ങനെ വായിക്കുക. ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യുക.
അപ്പോൾ എല്ലാ ദിവസവും കുട്ടികളും അമ്മമാരും കാരണന്മാരും അച്ഛന്മാരും വേണം. അച്ഛന്മാർ പണിയുണ്ടെന്നൊക്കെ പറയാം, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു ശീലമായിട്ട് വരാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് സൂതൻ അവിടെ പറയുകയാണ്. നമുക്കും അത് പാലിക്കാം. ഇങ്ങനെ ആ സ്കന്ധം അവിടെ അവസാനിക്കുന്നു. സ്കന്ധം 1 അധ്യായം 17 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.